ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? ഹി ഈസ് എ ടീച്ചർ. അവനൊരു അധ്യാപകനാണ്, അവളൊരു അധ്യാപികയാണ്, അവർ അധ്യാപകരാണ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് അവനൊരു അധ്യാപകനാണോ, അല്ലെങ്കിൽ അവൾ ഒരു ഡോക്ടർ ആണോ, അല്ലെങ്കിൽ അവര് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണോ എന്നൊക്കെ എങ്ങനെയാണ് പറയാന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ ഈസിയാണ്. നമ്മൾ ഇന്നലെ എന്താ ഉപയോഗിച്ചേ? ഹി ഈസ് എ ടീച്ചർ. അവൻ ഒരു അധ്യാപകൻ ആകുന്നു. ആ ഈസ് എടുത്തിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. ഈസ് ഹി എ ടീച്ചർ? അവൻ ഒരു അധ്യാപകനാണോ? ഈസ് ഷീ എ ടീച്ചർ? അവൾ ഒരു അധ്യാപിക ആണോ? ആർ ദേ ടീച്ചേഴ്സ്? അവർ അധ്യാപകരാണോ? ആർ വി ടീച്ചേഴ്സ്? നമ്മൾ അധ്യാപകരാണോ? ഈസ് ആലിയ എ ടീച്ചർ? ആലിയ ഒരു അധ്യാപിക ആണോ? ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആർ യു എ ടീച്ചർ? നിങ്ങളൊരു അധ്യാപകനാണോ? ആർ യു ടീച്ചേഴ്സ്? ഒരുപാട് പേരുണ്ടെങ്കിൽ നിങ്ങൾ അധ്യാപകർ ആണോ? ഐ ആം എ ടീച്ചർ. ഞാനൊരു അധ്യാപകനാകുന്നു. അപ്പൊ അതെങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക? ആം ഐ എ ടീച്ചർ? ഞാനൊരു അധ്യാപകൻ ആണോ? അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് നിങ്ങൾ ഒരു അധ്യാപകൻ ആണോ, അല്ലെങ്കിൽ അവൻ ഒരു അധ്യാപകൻ ആണോ എന്നൊക്കെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇനി ഞാൻ പറയണെന്തേ, ഞാനൊരു അധ്യാപകൻ അല്ല. അതെങ്ങനെ പറയാ? നോട്ട് NOT, നോട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അല്ല എന്നൊരു കാര്യം പറയുന്നത്. അപ്പം എങ്ങനെ പറയാൻ നോക്കിയേ? ഐ ആം നോട്ട് എ ടീച്ചർ. ഞാൻ ഒരു അധ്യാപകൻ അല്ല. ഹി ഈസ് നോട്ട് എ ടീച്ചർ. അവൻ ഒരു അധ്യാപകൻ അല്ല. ഷീ ഈസ് നോട്ട് എ ടീച്ചർ. അവൾ ഒരു അധ്യാപിക അല്ല. ദേ ആർ നോട്ട് ടീച്ചേഴ്സ്. അവർ അധ്യാപകർ അല്ല. വി ആർ നോട്ട് ടീച്ചേഴ്സ്. ഞങ്ങൾ അധ്യാപകർ അല്ല. യു ആർ നോട്ട് എ ടീച്ചർ. നിങ്ങളൊരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക അല്ല. അപ്പൊ ഇനി ഒരുപാട് പേര് മുന്നിലുണ്ടെങ്കിൽ യു ആർ നോട്ട് ടീച്ചേഴ്സ്. നിങ്ങൾ ആരും അധ്യാപകർ അല്ല. ആലിയ ഒരു ടീച്ചർ അല്ല. എങ്ങനെ പറയാ? അത് നിങ്ങൾ കമന്റ് ചെയ്യും. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ സെന്റൻസുകൾ ഇങ്ങനെ പഠിച്ചിട്ട് എന്ത് ചെയ്യാണ്? ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കുകയാണ്. ഇത് വെറുതെ ഇങ്ങനെ ഹീസ് മൈ ടീച്ചർ, ദേ ആർ ടീച്ചേഴ്സ് എന്ന് പഠിച്ചതുകൊണ്ട് മാത്രം ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു എഫക്റ്റീവ് വേ ആയിട്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്ത്? നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കണം എന്ന്. അപ്പൊ ഇതുവരെ പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് സെൽഫായിട്ട് ടോക്ക് ചെയ്യുക, സെൽഫായിട്ട് സംസാരിക്കുക. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക. നമ്മൾ നോക്കി, നമ്മളിപ്പോൾ ചെറിയ സെന്റൻസുകൾ പഠിച്ചു അല്ലേ? ഹി ഈസ് എ ടീച്ചർ. അവൻ ഒരു ടീച്ചർ ആകുന്നു അല്ലേ? അല്ലെങ്കിൽ ഷീ ഈസ് എ ടീച്ചർ. അവളൊരു ടീച്ചർ ആകുന്നു എന്നൊക്കെ നമ്മൾ പറയാൻ പഠിച്ചു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ മൈൻഡിൽ ഇങ്ങനെ തിങ്ക് ചെയ്യുക. നമ്മളെ ചുറ്റിലും ഒന്ന് നോക്കുക. ആരൊക്കെ ഉള്ളത്? നിങ്ങളുടെ മക്കളുണ്ടാവും, പാരൻസ് ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കൊലീഗ്സ് ഉണ്ടാവും അല്ലേ? അവരുടെയൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് മൈൻഡിൽ ഇങ്ങനെ തിങ്ക് ചെയ്യുക. എന്ത്? ഹി ഈസ് മൈ സൺ. അവൻ എൻ്റെ മകനാകുന്നു. ഷീ ഈസ് മൈ ഡോട്ടർ. അവൾ എൻ്റെ മകളാകുന്നു. ഷീ ഈസ് മൈ ടീച്ചർ. അവൾ എൻ്റെ ടീച്ചറാകുന്നു. അതുപോലെ എന്ത് ചെയ്യുക? പിന്നെ നിങ്ങൾ കൊളീഗ് എടുത്തിട്ട് നോട്ടിക്കോ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്പേസിൽ ഹി ഈസ് മൈ കൊളീഗ്. അവൻ എൻ്റെ സഹപ്രവർത്തകനാകുന്നു. അപ്പോൾ ഇതൊക്കെ മൈൻഡിൽ നമ്മളങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബ്രെയിനിൽ എന്ത് ചെയ്യും? ഇംഗ്ലീഷ് കയറും. നമ്മൾ ഓട്ടോമാറ്റിക്കലി പറയാൻ ശ്രമിക്കും. അതാണ് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ കൂടെ വരാം.